സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്നതാണ് വിജയുടെ ജനനായകന്റെ റിലീസ്. എന്നാൽ ജനനായകൻ ഈ മാസം തിയേറ്ററിലേക്ക് എത്താനുള്ള സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ചിത്രത്തിന് US സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് സെൻസർ ബോർഡിന്റെ ആവശ്യം നേരത്തെ സിംഗിൾ ജഡ്ജി ഉത്തരവിട്ടത് ഇന്ന് മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. നിർമ്മാതാക്കൾ നിർദ്ദേശിച്ച വെട്ടിക്കുറവുകൾ പാലിച്ചതിനു ശേഷം സർട്ടിഫിക്കറ്റ് നൽകാൻ ബോർഡിനോട് നിർദ്ദേശിച്ച സിംഗിൾ ജഡ്ജിയുടെ ജനുവരി 9 ഉത്തരവ് ചോദ്യം ചെയ്ത് സെൻസർ ബോർഡിന്റെ അപ്പീലിലാണ് വിധി വന്നത്. ഡിവിഷൻ ബെഞ്ച് അതേ ദിവസം തന്നെ ഉത്തരവ് സ്റ്റേ ചെയ്യുകയും ചെയ്തു. ജനുവരി 20 വാദം കേട്ട ശേഷം വിധി പറയുകയും ചെയ്തിരുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സജീവ രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണമായി മാറുന്നതിന് മുമ്പുള്ള വിജയുടെ അവസാന ചിത്രമായാണ് പൊങ്കൽ റിലീസായി ചിത്രം പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ സെൻസർ കാരണത്തെ തുടർന്ന് റിലീസ് മാറ്റിവെക്കുകയായിരുന്നു. നിർമ്മാതാക്കൾ പരിശോധനാ സമിതി നിർദ്ദേശിച്ച വെട്ടിക്കുറവുകൾ നടപ്പാക്കിയെങ്കിലും ആക്ഷേപകരമായ ഉള്ളടക്കം ആരോപിച്ച് ആഭ്യന്തര പരാതിയെ തുടർന്ന് സെൻസർ ബോർഡ് റിവൈസ് കമ്മിറ്റിക്ക് റഫർ ചെയ്തിരുന്നു. നിർമ്മാതാക്കൾ പിന്നീട് സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിക്കുകയും മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നും ഇളവ് തേടാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കിയതോടുകൂടി സർട്ടിഫിക്കേഷൻ പ്രശ്നം പരിഹരിക്കപ്പെടാതെ തുടരുകയാണ്. കൂടുതൽ നിയമപരമായോ നിയന്ത്രണമായോ അനുമതി ലഭിക്കുന്നതുവരെ ജനനായകന്റെ റിലീസ് വൈകും. ഇന്ന് അനുകൂല വിധി വന്നിരുന്നെങ്കിൽ ഫെബ്രുവരി 13 ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമായിരുന്നു. എന്നാൽ ഫെബ്രുവരി 20 മുതൽ തെരഞ്ഞെടുപ്പ് ചട്ടം ആരംഭിക്കാനിരിക്കെ വിജയ്ക്ക് റിലീസ് എന്നത് ഹെർക്കൂലിയൻ ടാസ്കാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ജൂൺ ജൂലൈ മാസത്തിൽ മാത്രമേ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ സാധിക്കൂ. അത് നിർമ്മാതാക്കൾക്ക് ഉണ്ടാക്കാൻ പോകുന്ന നഷ്ടം ചില്ലറയുമല്ല. ആമസോൺ പ്രൈം അടക്കമുള്ള കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ കെവിൻ പ്രൊഡക്ഷൻസിനെതിരെ നിയമപരമായ രംഗത്ത് വരാനുള്ള സാധ്യതകളും ഏറെയാണ്. ചിത്രത്തിന് പ്രീ ബിസിനസ് നേരത്തെ തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്തതുമാണ്. അതുകൊണ്ട് തന്നെ ചിത്രം ഇനിയും വൈകാനുള്ള സാധ്യതകളും കുറവാണെന്ന് നിർമ്മാതാക്കൾ നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ കാര്യങ്ങൾ ഇപ്പോൾ കുഴഞ്ഞു മറിയുകയാണ്. വിജയ് ഇതിനോട് പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. വിജയുടെ പ്രതികരണത്തിന് വേണ്ടി ഏവരും കാത്തിരിക്കുകയുമാണ്.